എ ഐ ഫോർ മ്യൂസിക് ആൻഡ് ഓഡിയോ ജനറേഷൻ എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിങ്ങും ന്യൂറൽ നെറ്റ്വർക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് മ്യൂസിക്കൽ പാറ്റേൺസ് അനലൈസ് ചെയ്തിട്ട് പുതിയ കമ്പോസിഷൻസ് ജനറേറ്റ് ചെയ്യാം. അതാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിലെ സിസ്റ്റംസ് ഒക്കെ ലാർജ് ഡാറ്റ സെറ്റ്സ് ഓഫ് സോങ്സ് ആൻഡ് സൗണ്ട്സ് വെച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ സോങ്സിലെ റിതം, മെലഡി, സ്ട്രക്ചർ അതൊക്കെ ഇത് മെഷീൻസ് ലേൺ ചെയ്യുന്നു. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻസിന് പുതിയ സോങ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിനെ റിസംബിൾ ചെയ്യുന്ന സോങ്സ് എ ഐക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹ്യൂമൻ കമ്പോസേഴ്സിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ള കൺസേൺ വേണ്ട. ഇതിൽ കുറച്ചുകൂടി ഹ്യൂമൻ കമ്പോസേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് എടുക്കാം. കുറച്ചുകൂടി അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ഈ ടൂൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് എ ഐ ടൂൾസ്, മ്യൂസിക് ജനറേറ്റ് ചെയ്യുന്ന എ ഐ ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ 2 ടൂൾസിനെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തതാണ് സുനോ എ ഐ. സുനോ എ ഐയിൽ കംപ്ലീറ്റ് സോങ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മെലഡി, ലിറിക്സ്, അതുപോലെ വോക്കൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സോങ്സ് എ ഐ ടൂൾ വെച്ചിട്ട്, ഈ സുനോ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം സിമ്പിൾ ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നമുക്ക് എന്ത് ടൈപ്പ് സോങ് ആണോ വേണ്ടത് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നു, ഇൻപുട്ടായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഔട്ട്പുട്ടായിട്ട് നമ്മൾ റെഡി ടു പ്ലേ ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. ഇതിൽ നമുക്ക് സുനോ എ ഐ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സുനോ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. അതിൽ സൈൻ ഇൻ ചെയ്യുക. ഒരു ഷോർട്ട് ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് ഡിസ്ക്രൈബിങ് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് സോങ് ആണ് വേണ്ടത്, അതിന്റെ മൂഡ്, ജോണർ, അതുപോലെ തീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് കംപ്ലീറ്റ് സോങ് വിത്ത് ലിറിക്സ്, മെലഡി ആൻഡ് വോക്കൽസ് നമുക്ക് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതിനെ ഡൗൺലോഡ് ചെയ്യാനും ലിസൺ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഉള്ളൊരു ടൂളാണ് ഐവ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇതും ഒരു എ ഐ പവേർഡ് മ്യൂസിക് കമ്പോസിഷൻ ടൂളാണ്. പ്രൊഫഷണൽസ് ആണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഫിലിം, ഗെയിമിംഗ്, അതുപോലെ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. യൂസേഴ്സിന് ആദ്യം നമുക്ക് മ്യൂസിക് സ്റ്റൈൽ അല്ലെങ്കിൽ മൂഡ് സെലക്ട് ചെയ്തിട്ട്, സിനിമാറ്റിക് ആണോ പോപ്പ് ആണോ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ട്, എന്നിട്ട് എ ഐ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വെച്ചിട്ട് ഒരു കമ്പോസിഷൻ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലും മെലഡീസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യാനും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ ഇത് പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹ്യൂമൻ ടച്ചുള്ള സോങ്സ് നമുക്ക് കമ്പോസേഴ്സിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സുനോ എ ഐയും ഐവയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫുൾ സോങ്സ് സുനോ എ ഐ വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം, വോക്കൽസും ലിറിക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ബട്ട് ഐവയിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻസ്ട്രുമെന്റൽ കമ്പോസിഷൻ ആണ്. അതിൽ ലിറിക്സ്, സിംഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നില്ല. ഫിലിം സ്കോർസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിലൊക്കെയാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സുനോ എ ഐ എന്ന് പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. മറ്റേത് കുറച്ചുകൂടി മ്യൂസിക്കൽ, ഐവയിൽ കുറച്ചുകൂടി മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കമ്പോസേഴ്സിനൊക്കെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഐവ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ മേജർ വർക്കിംഗ് എന്ന് പറയുമ്പോൾ വെച്ചാൽ മ്യൂസിക് ക്രിയേഷൻ എങ്ങനെയാണ് അതിന്റെ ജനറൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ട്രെയിൻ ചെയ്യിപ്പിക്കുക. പക്ഷെ തൗസൻഡ്സ് ഓഫ് സോങ്സ് മെഷീൻസിനെ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ റിതം, മെലഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ നോട്ട്സ്, കോഡ്സ്, മ്യൂസിക്കൽ സ്ട്രക്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ്. പിന്നുള്ളത് ജനറേഷൻ, RNN, റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ന്യൂ സോങ്സ് കമ്പോസ് ചെയ്യാം. പിന്നുള്ളത് ഓഡിയോ സിന്തസിസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ പാറ്റേൺസിനൊക്കെ ആക്ച്വൽ സൗണ്ട്സും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. വെർച്വൽ ഇൻസ്ട്രുമെന്റ്സും എ ഐ ജനറേറ്റഡ് വോക്കൽസ് ഒക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഓഡിയോ സിന്തസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതിന് കസ്റ്റമൈസബിളും ആണ്. ഇപ്പോൾ എ ഐ ഫോർ മ്യൂസിക് ആൻഡ് ഓഡിയോ ജനറേഷൻ എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ടൂളാണ്. നമുക്ക് കമ്പോസേഴ്സിനും ഹ്യൂമൻ കമ്പോസേഴ്സിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. താങ്ക് യു.